സ്വാമിജിയെക്കുറിച്ച് വക്കീൽ പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടാത്തൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. അങ്ങനെ സച്ചി കരുതുന്ന പോലെ ദുരൂഹതയൊന്നും സ്വാമിജിക്കില്ല. മറ്റുള്ളവരുടെ മുറിവുകളെയും വേദനകളെയും മരുന്നുകൊണ്ടും കാരുണ്യം കൊണ്ടും സുഖപ്പെടുത്തുന്ന ദൈവം. സ്വാമിജിയുടെ കാരുണ്യം ഇല്ലാതിരുന്നെങ്കിൽ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ ഞാനിന്നുണ്ടാവുമായിരുന്നില്ല. മതി വയ്ക്കല്ലേ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇനി സെന്റി ആവണ്ട. എന്തായാലും ആശ്രമത്തിലെ ഈ ചിത്രപൗർണമി ആഘോഷം കൂടാൻ ഞാനും ഉണ്ടല്ലോ. സച്ചിക്കറിയാവോ, കുട്ടിക്കാലം മുതല് ഒരുപാട് പേര് പറഞ്ഞ് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. എന്ത് കാര്യം? നമ്മൾ കാണണമെന്ന് വിചാരിച്ചാ നമുക്ക് സ്വാമിജിയെ കാണാൻ പറ്റില്ല. പക്ഷേ സ്വാമിജിയുടെ അതീന്ദ്രമായൊരു ശക്തി നമ്മളെ തൊടുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തില് നമ്മൾ അറിയാതെ നമ്മൾ സ്വാമിജിയുടെ മുമ്പിലെത്തും. അതാണ് നിയോഗം. എനിക്ക് തോന്നുന്നത് സച്ചിക്കിപ്പോ ആ നിയോഗം കിട്ടിയിരിക്കുന്നുവെന്നാ. അങ്ങനെ അതങ്ങനെയാ. സച്ചിയുടെ ജീവിതത്തിൽ നല്ലതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാ ഈ യാത്രയെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ ചിത്രപൗർണമി ആഘോഷം എന്റെ ജീവിതം മാറ്റിമറിക്കും എന്നാണോ? നമുക്ക് നോക്കാം. ചച്ചിക്കറിയാവോ യഥാർത്ഥത്തില് ഈ ചിത്രപൗർണമി എന്താണെന്ന്? എന്താ? ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തില് മനുഷ്യരുടെ പാപങ്ങളും പുണ്യങ്ങളും വീണ്ടും പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് ഈ ചിത്രപൗർണമി. ചന്ദ്രൻ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്ന ദിവസം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് അന്ന് നല്ലത് മാത്രമേ സംഭവിക്കൂ. സച്ചിക്കും എന്തോ നല്ലത് സംഭവിക്കാനിരിക്കുന്നുണ്ട്. അതാ സച്ചിക്ക് എന്റെ കൂടെ വരാൻ തോന്നിയത്. ആശ്രമത്തിലെ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അതെന്താ? വർഷത്തിൽ 7 ദിവസം ചിത്രപൗർണമി ഉത്സവ ദിവസങ്ങളിൽ മാത്രമാ ശിവപാർവതിമാർ ഇവിടെ ഒരുമിച്ചുള്ളതെന്ന സങ്കല്പം. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്തായാലും അത് നടന്നിരിക്കും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. പോകാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉത്കണ്ഠയും ഇല്ലാതായതുപോലെ ഉള്ളില് പ്രതീക്ഷയുടെ ഒരു പുതിയ വെളിച്ചം വീണതായി തോന്നുന്നു. ചിലപ്പോ വക്കീല് പറഞ്ഞതുപോലെ ഈ യാത്ര എന്റെ അർച്ചനയും കുഞ്ഞിനെയും കണ്ടുമുട്ടാനാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും കാലത്തെ സച്ചിയുടെ കാത്തിരിപ്പ് അവസാനിക്കുമല്ലോ. സച്ചിക്ക് മാത്രമല്ല, ഗോകുൽ സാറിന്റെയും ഭാര്യയുടെയും ജീവിതത്തിലും പുതിയത് എന്തോ സംഭവിക്കാനിരിക്കുന്നുണ്ട്. ഗോകുൽ സാറിന്റെ ഭാര്യയ്ക്കും സുഖപ്പെടുമായിരിക്കും അല്ലേ? സച്ചി ആശ്രമത്തിലെ മരുന്നുതോട്ടം കണ്ടിട്ടില്ലല്ലോ. അവിടെ ഇല്ലാത്ത ഔഷധ ചെടികളില്ല. അതിൽ ഒറ്റമൂലികൾ തന്നെ അനവധിയുണ്ട്. ആർക്കും അറിയാത്ത പല മരുന്ന് കൂട്ടുകളും ശിവയോഗിക്ക് പാർന്നു കിട്ടിയത് ഈ ചിത്രപൗർണമി നാളിലാ. അത് ഒരിക്കലും പാലിക്കാതിരിക്കില്ല. ഗോകുൽ സാറിന്റെ ഭാര്യയുടെ അസുഖം എന്തായാലും മാറും. വർഷങ്ങൾക്ക് ശേഷം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അർച്ചനയെ ഒരു മിന്നായം പോലെ കണ്ടു. കണ്ടു തീരും മുമ്പേ മാഞ്ഞു പോവുകയും ചെയ്തു. വക്കീല് പറഞ്ഞതുപോലെ ഈ യാത്രയും ഒരു നിയോഗമാണെങ്കിലോ?